അറ്റ്ലസിനെ ചതിച്ചതാര്? എന്തുകൊണ്ടാണ് ഇയാളെ ദുബായ് പോലീസ് ജയിലിലാക്കിയത്? ഇത്രയും വലിയൊരു ബിസിനസ് എങ്ങനെ ഇല്ലാതായി? പിന്നെ പതിയെ അക്കൗണ്ടന്റ് സ്ഥാനത്തിലേക്ക് മാറി, പിന്നീട് മാനേജറായി. അങ്ങനെ ടോട്ടൽ 8 വർഷത്തിനുള്ളിൽ അറ്റ്ലസ് 100 ബ്രാഞ്ചസിന്റെ സൂപ്പർ ഇന്റൻഡന്റ് ആയി മാറി. അറ്റ്ലസിന് ഇവിടെ വെച്ച് നിർത്തണമെന്നുണ്ടായില്ല. അതുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാനായി കുവൈറ്റിലേക്ക് പുറപ്പെട്ടു. ഇതായിരുന്നു അറ്റ്ലസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ഇത് ഭയങ്കര വലിയൊരു ആൾക്കൂട്ടം. ഇതൊരു ജ്വല്ലറി സ്റ്റോറിന്റെ മുന്നിലായിരുന്നു. അവിടുത്തെ ഒരാളോട് എന്തിനാ ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഗോൾഡിന്റെ വില കുറഞ്ഞത് അറിഞ്ഞില്ലേ എന്ന്, വേഗം പോയി ഗോൾഡ് മേടിക്കാം. അപ്പോഴാണ് അറ്റ്ലസിന്റെ മനസ്സിൽ ഒരു പുതിയ ഐഡിയ വന്നത്. അറ്റ്ലസ് വിചാരിച്ചു, എന്തായാലും കുവൈറ്റ് ബാങ്കിൽ ഇത്രയും പണിയെടുക്കുന്നുണ്ട്, അപ്പോ എന്തുകൊണ്ട് ഈ പണിയൊക്കെ സ്വന്തം ബിസിനസ്സിലേക്ക് ചെയ്തുകൂടാ? അപ്പോ അറ്റ്ലസ് ഒന്നും നോക്കിയില്ല, കുവൈറ്റിലെ ജോലി രാജിവെച്ചു, സ്വന്തം ഗോൾഡ് ഷോറൂം തുടങ്ങാൻ വേണ്ടി. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായി. കുവൈറ്റിൽ ഗോൾഡ് വിൽക്കണമെങ്കിൽ ലൈസൻസ് വേണം. ഈ ലൈസൻസ് ആണെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിന് മാത്രമേ കിട്ടൂ. വെച്ചാൽ അറ്റ്ലസിന്റെ ഗോൾഡും വേറെ കടകളുടെ ഗോൾഡും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ 91.6% മാത്രം ഗോൾഡും ബാക്കി മെറ്റൽസ് ആയിരിക്കും. പക്ഷേ അറ്റ്ലസിന്റേതിൽ 92% ഗോൾഡ് ആയിരുന്നു. ഇത് കാരണം അറ്റ്ലസിന്റെ കസ്റ്റമേഴ്സ് ഗോൾഡ് വിൽക്കാൻ പോകുമ്പോൾ കടക്കാർക്ക് ഒരു വിശ്വാസമുണ്ടായി. അറ്റ്ലസിന്റെ ഗോൾഡ് ആണെങ്കിൽ അവര് ഒരച്ചു പോലും നോക്കില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ആയിരുന്നു അറ്റ്ലസിന്റേത്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി എങ്ങനെയാണ് ഇല്ലാതായ സമയത്താണ് ഗൾഫ് വാർ സംഭവിച്ചത്. വാർ നടക്കുന്ന സമയം നോക്കി കള്ളന്മാർ അറ്റ്ലസിന്റെ കടയിൽ കയറി കൊള്ളയടിച്ചു. കോടികളുടെ നഷ്ടമാണ് ആ ഒരു ഒറ്റ രാത്രിയിൽ അറ്റ്ലസിന് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അറ്റ്ലസ് ഫ്യൂച്ചറിൽ കുറെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു, ആക്ട് ചെയ്തു, ഡയറക്റ്റും ചെയ്തു. അതേസമയം കമ്പനി വർഷത്തിൽ 1000 കോടി രൂപയാണ് ബിസിനസ് ചെയ്തത്. ഗൾഫ് വാറൊക്കെ അറ്റ്ലസിന് ഒരു ചെറിയ കാര്യമായിരുന്നു. പക്ഷേ ശരിക്കുമുള്ള പ്രശ്നം വന്നത് 2015-ലാണ്. പതിവില്ലാത്ത ഒരു ബാക്ക് പെയിൻ കാരണം അറ്റ്ലസ് ഓഫീസിൽ നിന്നും നേരത്തെ വീട്ടിലെത്തി, റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അന്ന് രാത്രി 2 അറബിക് പോലീസ് ഓഫീസേഴ്സ് വീട്ടിൽ വന്നു. എന്നിട്ട് അറ്റ്ലസിനോട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ദുബായ് പോലീസ് അറ്റ്ലസിനെ അറസ്റ്റ് ചെയ്തത്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ 22 ബാങ്കുകളും 6 അനോണിമസ് ആയിട്ടുള്ള ആൾക്കാരും ചേർന്ന് അറ്റ്ലസിനെതിരെ കേസ് കൊടുത്തു. 1000 കോടിയുടെ ലോൺ അടയ്ക്കാൻ വെറും ഒരാഴ്ച ലേറ്റ് ആയതാണ് മെയിൻ റീസൺ. ഇങ്ങനത്തെ ലോണുകൾ വലിയ കമ്പനീസിന്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യം നടത്തി. അറ്റ്ലസ് ജയിലിലാണെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാൻ പോസിബിൾ അല്ലെന്ന് ബാങ്കിന് മനസ്സിലായി. അതുകൊണ്ട് അറ്റ്ലസിന് എല്ലാ ലോണും തിരിച്ചടയ്ക്കാൻ ഗ്യാരണ്ടി തരാൻ കഴിയുമെങ്കിൽ അറ്റ്ലസിനെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2018-ൽ അറ്റ്ലസ് പുറത്തിറങ്ങിയത്. എന്നിട്ട് കയ്യിലുള്ളതെല്ലാം വിറ്റ് കടം തീർക്കാൻ ശ്രമിച്ചു. റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റൽസ്, ഗോൾഡ്, ഡയമണ്ട്സ് ഇതെല്ലാം വിറ്റു. പക്ഷേ അറ്റ്ലസിന് മുഴുവൻ തുക ഇന്നുവരെ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. 2022 ഒക്ടോബറിൽ അറ്റ്ലസ് ദുബായ് ഹോസ്പിറ്റലിൽ അന്തരിച്ചു.